എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് അത് കഴുകിയെടുക്കാം കേട്ടോ. നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു 5 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഉഴുന്ന് കുതിർക്കാൻ വെക്കണം. ഞാനിവിടെ രാവിലെ തന്നെ ഉഴുന്ന് വെള്ളത്തിലാത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം കുതിർന്ന് വന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒത്തിരി അരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഉഴുന്ന് വടക്കല്ലേ. അപ്പോൾ വെള്ളം ഒഴിക്കാതെ അരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം അരയുന്നില്ല എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിക്കാം. എങ്കിലും ഒത്തിരി വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മാക്സിമം വെള്ളം ഒഴിക്കാതെ തന്നെ ഉഴുന്ന് അരച്ചെടുക്കാൻ നോക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഒത്തിരി അങ്ങനല്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് നമ്മുടെ കയ്യിൽ പറ്റാത്ത ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ച മാവുണ്ടല്ലോ, അതൊരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ അത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ ദേ എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊങ്ങി വന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ദേ കണ്ടോ, മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടല്ലോ. പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇടാൻ മറക്കരുത് കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മാവിൻ്റെ കൂടെ ഇട്ട് കുഴയ്ക്കണം. അതിനുശേഷം നമ്മൾ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കാം. ഒത്തിരി എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഒരു സൈഡെങ്കിലും മുങ്ങിക്കിടക്കുന്ന കൂട്ടത്തെ എണ്ണ വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കൈവെള്ളയിൽ മാവെടുത്തിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കിയാലും കുഴപ്പമില്ല, അപ്പോൾ ഒട്ടാണ്ടിരിക്കും. എന്നിട്ട് ഒരു നടുക്കൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഉഴുന്നുവട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക, വേവുന്നതനുസരിച്ച് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഏകദേശം ഒരു മീഡിയത്തിൽ വെക്കുക കേട്ടോ. ആദ്യമേ എന്തായാലും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളിടുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പുറം ഭാഗം മാത്രം കരിഞ്ഞു പോകും, ഉള്ളാണെങ്കിൽ വേവത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ തിരിച്ചു മറിച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എത്ര ഉഴുന്നുവടയാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് വേണം ഉഴുന്നിടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം 2 ഗ്ലാസ് ഉഴുന്നിട്ടപ്പം തന്നെ എനിക്ക് അത്യാവശ്യം ഒരു 10-20 എണ്ണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ആണെങ്കിൽ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കണം. അപ്പോൾ അതേ കണ്ട നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടായിട്ട് നല്ല ക്രിസ്പിയാണ് ആ പുറം ഭാഗം, പക്ഷെ ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യട്ടോ.